ഇനി നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിട്ടുകൊടുക്കലിനെ കുറിച്ചാണ്. പണ്ട് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാത്ത കുട്ടിക്ക് കൺസലേഷൻ പ്രൈസ് കിട്ടുന്നത് കണ്ടിട്ടില്ലേ? ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിലും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമാധാന പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. എന്നുവെച്ച് നൊബേൽ കമ്മിറ്റി ട്രംപിന്റെ പേര് അനൗൺസ് ചെയ്ത് എന്ന് കരുതരുത്. 2025 നൊബേൽ വാങ്ങിയ വെനസ്വേലയുടെ മരിയ കുരീന മച്ചാഡോ ഇതൊക്കെ എന്തിനാണ് എനിക്ക്, ഇത് താങ്കൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ട്രംപിന് അങ്ങോട്ട് പാരിതോഷികമായി നൽകുകയായിരുന്നു. സംഗതി ഉഷാറായില്ലേ? ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സംഭവം. വർഷങ്ങളായി ഡൊണാൾഡ് ട്രംപ് കൊതിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ആ സുവർണ നേട്ടം ഒടുവിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. വെനസ്വേലയിൽ നിന്നുള്ള ഈ അയൺ ലേഡി എന്തിനാണ് തന്റെ അവാർഡ് ട്രംപിന് സമ്മാനിച്ചത്? ഇത് നിയമപരമാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച ഈ നൊബേൽ നാടകത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കൗതുകകരമായ വാർത്തയെക്കുറിച്ച് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വർഷങ്ങളായി കൊതിച്ചിരുന്ന ആ ഒരു പുരസ്കാരം ഒടുവിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. അതെ, നൊബേൽ സമാധാന സമ്മാനം. ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സംഗതിയിൽ അല്പം ട്വിസ്റ്റ് ഉണ്ട്. ട്രംപിന് നേരിട്ട് നൊബേൽ ലഭിച്ചതല്ല, മറിച്ച് മറ്റൊരാൾ തനിക്ക് ലഭിച്ച നൊബേൽ മെഡല് ട്രംപിന് സമ്മാനമായി നൽകിയതാണ്.